ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളായി തീരാൻ നാം എന്ത് ചെയ്യണം? വിശുദ്ധനായ ലൂക്കോസ് സുബ്രഹ്മണ്യൻ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാം വചനം. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളായി തീരാൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. അഗാപ്പെ എന്ന വാക്കിന്റെ അർത്ഥം സ്വാർത്ഥമില്ലാത്ത നിസ്വാർത്ഥമായ സ്നേഹം എന്നാണ്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ, നമ്മെ ഉപദ്രവിക്കുന്നവരെ നിസ്വാർത്ഥമായ സ്നേഹത്തോടുകൂടെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ട് നമുക്ക് ഇടയായി തീരണം. 2-ാമത്തെ കാര്യം, എല്ലാവർക്കും നന്മ ചെയ്യുന്നവരായി നാം മാറണം. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവരല്ല, നന്മ ചെയ്യുന്നവരായി, നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന, സ്നേഹപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് മാറാം. 3-ാമത്തെ കാര്യം, ഒന്നും പ്രതീക്ഷിക്കാതെ കടം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ കൊടുക്കുന്നത്. എന്നാൽ വചനം ഓർമ്മിപ്പിക്കുകയാണ്, തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയില്ലാതെ നിങ്ങൾ കടം കൊടുക്കുകയും ഒന്നും പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു പ്രതിഫലം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളായി തീരുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ ശത്രുക്കളെ അനുഗ്രഹിക്കാം, അവരെ സ്നേഹിക്കാം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം. പരമാവധി എല്ലാവർക്കും ചെയ്യാവുന്ന നന്മകൾ ചെയ്യുവാൻ നമുക്ക് ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.